കൊൽക്കത്ത ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ ക്രൂര പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ട വനിതാ ഡോക്ടർക്ക് നീതി എവിടെ? രാജ്യത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ് മാത്രമാണ് ശിക്ഷ. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണക്കാക്കാൻ ആകില്ലെന്ന് പറഞ്ഞാണ് സിയാൽദ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. ഡൽഹിയിലെ നിർഭയ കേസിന് സമാനമായ കേസിൽ എവിടെയാണ് പിഴച്ചത്? കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് യുവ ഡോക്ടറുടെ കുടുംബം പ്രതികരിച്ചു. രാജ്യവ്യാപക പ്രതിഷേധത്തിനിടയാക്കിയ കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകത്തിലെ പ്രതിക്ക് തൂക്കുകയറില്ല. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും വധശിക്ഷ തന്നെ നൽകണമെന്നുമുള്ള CBI വാദം കോടതി അംഗീകരിച്ചില്ല. അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കാനാകില്ലെന്ന് സിയാൽദ കോടതി ജഡ്ജി അനിർബാൻ ദാസ് വിധി പ്രസ്താവത്തിൽ പറഞ്ഞു. കുറ്റം തെളിഞ്ഞതിനാൽ പ്രതി സഞ്ജയ് റോയ് ജീവിതാന്ത്യം വരെ തടവിൽ കിടക്കണം. 50,000 രൂപ പിഴയും ഒടുക്കണം. പശ്ചിമ ബംഗാൾ സർക്കാർ ഡോക്ടറുടെ കുടുംബത്തിന് 17 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. എന്നാൽ കുടുംബം അത് നിരസിച്ചു. നഷ്ടപരിഹാരമല്ല, നീതിയാണ് വേണ്ടതെന്ന് കുടുംബം ജഡ്ജിയോട് പറഞ്ഞു. ഇത് കോടതിയിൽ നാടകീയ രംഗങ്ങൾക്ക് ഇടയാക്കി. ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സഞ്ജയ് റോയിയുടെ വാദം കോടതി കേട്ടിരുന്നു. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അപ്പോഴും സഞ്ജയ് റോയ് ആവർത്തിച്ചു. പ്രതിക്ക് മാനസാന്തരപ്പെടാൻ അവസരം നൽകണമെന്ന് പ്രതിഭാഗവും വാദിച്ചു. വിധി ഞെട്ടിച്ചതായും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും കുടുംബം പ്രതികരിച്ചു. വിധിയിൽ തൃപ്തിയില്ലെന്നായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രതികരണം. വധശിക്ഷ നൽകണമെന്ന് ആദ്യം മുതൽ ആവശ്യപ്പെടുന്നതാണെന്നും മമത പറഞ്ഞു. আমি সব বলতে পারবো না, কিন্তু আমি এখনো আপনিও লয়ার, আমিও অ্যাজ এ লয়ার আমি এই কথা বলছি যে আমি তো ডিটেলস কাগজপত্র দেখিনি, বাট আই এম নট স্যাটিসফাইড, কারণ আমি ফাঁসি হলে অন্তত মনকে সান্ত্বনা দিতে পারবো. കഴിഞ്ഞ ഓഗസ്റ്റ് 9-നാണ് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. നീതി ആവശ്യപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡോക്ടർമാർ തെരുവിലിറങ്ങിയതോടെ പ്രതിഷേധം ആളിക്കത്തി. മുഖ്യമന്ത്രി എന്ന നിലയിൽ മമതയെ പ്രതിരോധത്തിലാക്കിയ സംഭവമായിരുന്നു ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.